കൊടൈക്കനാൽ വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ ഭാഗമായി ഈ ഹിൽ സ്റ്റേഷൻ ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ലൊക്കേഷനാണ്. ഏർക്കാട് നിന്നും ഏകദേശം 6.5 മണിക്കൂർ യാത്രയുണ്ട് കൊടൈക്കനാലിലേക്ക്. എന്നിരുന്നാലും ഈ യാത്ര ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു. വഴിയരികിലെ മനോഹരമായ കാഴ്ചകൾ തികച്ചും കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. ഇതാണ് മഞ്ഞളാർ ഡാം. തേനി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഡാം കൊടായ് ഘാട്ട് റോഡിലെ ആദ്യത്തെ അട്രാക്ഷനാണ്. മഞ്ഞളാർ നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ഈ ഡാം ജലസേചന ആവശ്യങ്ങൾക്കായി നിർമ്മിച്ചതാണ്. ഇവിടുത്തെ വാച്ച് ടവറിൽ നിന്നുമുള്ള ഡാമിൻ്റെ വ്യൂ അതിമനോഹരമാണ്. ഏഴ് മണിക്കൂറത്തെ ശ്രമകരമായ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ കൊടായ് ടൗണിൽ എത്തിച്ചേർന്നു. സിൽവർ കാസ്കേഡ് ഫോൾസ് 150 അടിയിലധികം ഉയരമുള്ള ഗംഭീരമായൊരു വെള്ളച്ചാട്ടമാണിത്. കൊടൈക്കനാൽ മധുര റോഡിലുള്ള ഈ മനോഹരമായ വെള്ളച്ചാട്ടം കൊടൈ സന്ദർശിക്കുന്ന എല്ലാ സഞ്ചാരികൾക്കും ഒഴിവാക്കാനാവാത്ത ഒരു പിറ്റ് സ്റ്റോപ്പാണ്. സമീപത്തുള്ള കൊടൈ തടാകത്തിൽ നിന്നും രൂപം കൊണ്ട ഈ മനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ ആസ്വദിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. കൊടൈക്കനാലിലെ ഫേമസ് സ്പോട്ടായ പൈൻ ഫോറസ്റ്റും കടന്നു ഞങ്ങൾ ഇന്ന് താമസിക്കുന്ന കോട്ടേജിലേക്ക് യാത്രയായി. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലാണ്. ഞങ്ങളുടെ എല്ലാമായ കിങ്ങിണിയുടെ ബർത്ത്ഡേ ആണെന്ന്. ടൗണിൽ നിന്ന് 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഷാലോം ഒയാസിസ് എഫ്രൈം കോട്ടേജിൽ എത്തിച്ചേർന്നു. ഇവിടെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേ. മലകളും ചെറിയ വീടുകളും സ്റ്റെപ്പ് ഫാമിങ്ങിൻ്റെ കാഴ്ചകളും എല്ലാം ഈ സ്ഥലത്തിനൊരു മാജിക്കൽ വ്യൂ നൽകുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ കേക്ക് കട്ടിങ്ങിന് ശേഷം ഞങ്ങൾ ഈ സ്ഥലത്തിൻ്റെ ഈവനിങ് വ്യൂ കാണാനായി കാത്തിരുന്നു. 3 പേർക്ക് താമസിക്കാനായി ഡിസൈൻ ചെയ്ത ഈ എഫ്രൈം കോട്ടേജ് ലൈറ്റുകളാൽ മനോഹരമായി ഒരുക്കി വച്ചിരിക്കുന്നു. 2 തട്ടുകളായാണ് ഈ എഫ്രൈം കോട്ടേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുകളിലെ ഗ്ലാസ് വിൻഡോയിലൂടെയുള്ള വ്യൂ വളരെ മനോഹരമാണ്. ഇരുട്ട് വീഴുന്തോറും ഇവിടുത്തെ കാഴ്ചകൾക്ക് ഭംഗിയേറിക്കൊണ്ടിരുന്നു. ദൂരത്ത് മിന്നിത്തെളിയുന്ന ലൈറ്റുകളും ഇളം തണുപ്പും എല്ലാം ആസ്വദിച്ച് ഞങ്ങൾ ആ രാത്രി പിന്നിട്ടു. സമയം ഇപ്പോൾ 8 മണി. ഉദയസൂര്യൻ്റെ കിരണങ്ങൾ ഈ സ്ഥലത്തിൻ്റെ ഭംഗി 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. ദൂരെ മലകൾക്കിടയിലെ മേഘങ്ങളും തട്ടുതട്ടായുള്ള വീടുകളും അതിശയിപ്പിക്കുന്ന ഒരു വ്യൂ തന്നെയാണ്. ഇനിയുള്ള ഞങ്ങളുടെ യാത്ര കൊടയിലെ മറ്റൊരു വിസ്മയിപ്പിക്കുന്ന സ്റ്റേയിലേക്കാണ്. ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസത്തിൻ്റെ ഓർമ്മകളുമായി ഞങ്ങളുടെ യാത്ര തുടരുന്നു. ഇതാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റോൺ കോട്ടേജ്. പേര് പോലെ തന്നെ ഈ ലൊക്കേഷൻ ഗ്രൗണ്ട് ലെവലിൽ നിന്നും വളരെ മുകളിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വ്യൂ അതിമനോഹരമാണ്. മൂടൽമഞ്ഞും തണുപ്പും എല്ലാം ഈ ലൊക്കേഷൻ ഒരു സ്പെഷ്യൽ ഫീൽ നൽകുന്നുണ്ടായിരുന്നു. റൂമുകൾക്ക് പുറമെ ടെൻറ്റുകളിൽ ക്യാമ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഇവിടെയുണ്ട്. ഈ മൂടൽമഞ്ഞിൽ ടെൻറ്റിലൊരു ക്യാമ്പിംഗ് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാഴ്ചകളെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ റൂമിലേക്ക് നടന്നു. ഇവിടുത്തെ ബാൽക്കണി വ്യൂ മേഘങ്ങൾക്ക് പാരലായി നിൽക്കുന്ന ഒരു പ്രതീതി ഉളവാക്കുന്നതാണ്. അസ്തമസൂര്യൻ്റെ ചുവന്ന നിറവും പഞ്ഞിമെത്ത പോലെയുള്ള മേഘങ്ങളുടെ വ്യൂവും
പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറം സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ ഇരുട്ട് മാത്രം അവശേഷിപ്പിച്ചു സൂര്യൻ അതിൻ്റെ ചക്രവാളങ്ങളിലേക്ക് യാത്രയായി. ഇതാണ് കൊടൈക്കനാലിലെ ഫേമസ് സ്പോട്ടായ മണ്ണവന്നൂർ ഷീപ്പ് ഫാം. 1965 നിർമ്മിക്കപ്പെട്ട ഈ ഫാമിന് 1346 ഏക്കർ വിസ്തീർണമുണ്ട്. തണുത്ത കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഭാരത് മെറീനോ ബ്രീഡുകളിലുള്ള ചെമ്മരിയാടുകളെയാണ് ഇവിടെ പരിപാലിച്ചു വരുന്നത്. ഷീപ്പ് ഫാമിന് പുറമെ ഒരു ചെറിയ റാബിറ്റ് ഫാമും ഇവിടെ നമുക്ക് കാണാനാകും. ഷീപ്പ് ഫാമിനോട് ചേർന്ന് കിടക്കുന്ന മണ്ണവന്നൂർ തടാകത്തിൻ്റെ ദൂരക്കാഴ്ച വളരെ മനോഹരമാണ്. കണ്ണെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന പച്ചപ്പും തണുത്ത കാറ്റും എല്ലാം ആസ്വദിച്ച് ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ ചിലവഴിച്ചു. ഇതാണ് മന്നവന്നൂർ ലേക്കിൻ്റെ മെയിൻ എൻട്രൻസ്. നീലഗിരി മലനിരകളുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശുദ്ധജല തടാകം സഞ്ചാരികൾക്ക് ഒഴിവാക്കാനാവാത്ത ഒന്നാണ്. കൊടൈക്കനാലിൽ നിന്നും ഏകദേശം 34 കിലോമീറ്റർ അകലെയുള്ള മന്നവന്നൂർ ഗ്രാമത്തിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. ദൂരത്ത് കാണുന്ന മലകളും പുൽമേടുകളും ഇവിടുത്തെ വ്യൂ സ്പെഷ്യലാക്കുന്നു. തടാകത്തിൻ്റെ കരയിലെ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ ഈ ഭംഗി വേണ്ടുവോളം ആസ്വദിച്ചു. മൂടൽമഞ്ഞു നിറഞ്ഞ വഴിയിലൂടെ ഞങ്ങളുടെ മടക്കയാത്ര ആരംഭിച്ചു. യാത്രകൾ അവസാനിക്കുന്നില്ല, മറ്റൊരു തുടക്കത്തിലേക്ക്.